എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വളരെ അപ്രതീക്ഷിതമായൊരു വേർപാടായിരുന്നു നടൻ കൊല്ലം സുധിയുടേത്. 1.5 വർഷം മുമ്പ് ഒരു സ്റ്റേജ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് സുധി കാർ അപകടത്തിൽ മരിച്ചത്. നടൻ്റെ വേർപാടോടെ ഭാര്യ രേണുവും മക്കൾക്കും അവരുടെ തണലാണ് നഷ്ടമായത്. സന്നദ്ധ സംഘടനകളും സുധിയുടെ വേണ്ടപ്പെട്ടവരും എല്ലാവരുമാണ് രേണുവിനും മക്കൾക്കുമായി വീട് വെച്ച് നൽകിയത്. കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കുന്നതും അവർ തന്നെയാണ്. ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തിയ രേണു നാടകങ്ങളിൽ സജീവമാണ്. ഇതിനോടകം നിരവധി ഷോർട്ട് ഫിലിമുകളിൽ രേണു അഭിനയിച്ചു കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം രേണു നടത്തിയ പുതിയ ഫോട്ടോഷൂട്ട് വലിയ വിമർശനങ്ങൾക്കാണ് വഴിതെളിച്ചത്. പീച്ച് നിറത്തിലുള്ള സ്കേർട്ടും ഗോൾഡൻ ബ്രോക്കേഡിലുള്ള ബ്ലൗസും അണിഞ്ഞ് ഗ്ലാമറസ് ആയിട്ടാണ് രേണു പുതിയ ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ എഡി ജോണാണ് ഈ വിഷു സ്പെഷ്യൽ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ശക്തിയായ സ്ത്രീയുടെ അടയാളം ആറ്റിറ്റ്യൂഡല്ല നിലപാടാണെന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണുവിനെ വിമർശിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും കമൻറ്റുകൾ ചിത്രങ്ങൾക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഇപ്പോഴിതാ രേണുവിനെതിരെ സോളാർ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവയിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന സ്വപ്ന സുരേഷും രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ പുതിയ ഗ്ലാമറസ് ഫോട്ടോയിൽ വിഷു ആശംസകളെക്കുറിച്ച് ഒരു പോസ്റ്റ് രേണു പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിന്റെ കുറിപ്പ്. വിധവയായ ഒരേ സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നുമാണ് സ്വപ്ന സുരേഷ് കുറിച്ചത്. ഇതാണ് 2025 പുതിയ വിഷു. ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു. എൻ്റെ പൊക്കൽ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന്. കഷ്ടം. ദയവായി മറ്റ് ചില ബദലുകൾ കണ്ടെത്തൂ. വിധവയോ വിവാഹമോചിതയായ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുത്. ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ലെന്നുമാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. സ്വപ്നയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ രേണുവിനെ വിമർശിച്ചും സ്വപ്നയെ അനുകൂലിച്ചും കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. സ്വപ്ന പറഞ്ഞതിനോട് 100% യോജിക്കുന്നുവെന്നാണ് ഭൂരിഭാഗം പേരും കുറിച്ചത്. അതേസമയം ചില രേണുവിനെ അനുകൂലിച്ചും എത്തി. ഈ ഫോട്ടോ ഒരാധുനിക കലാരൂപമാണ്. ഭഗവാൻ കൃഷ്ണന്റെ പകരക്കാരനോ വിഷുവിനെ അപമാനിക്കുന്നതോ അല്ല. ഫാഷൻ വികസിക്കുന്നു, ഒപ്പം പാരമ്പര്യങ്ങളും അങ്ങനെ തന്നെ. പരമ്പരാഗത കേരള സാരികൾ ധരിക്കുമ്പോഴും നൃത്തരൂപങ്ങൾക്കായി വസ്ത്രം ധരിക്കുമ്പോഴും സ്ത്രീകളുടെ നേവൽ കാണാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ നേവൽ കാണുക എന്നത് ഒരു പാശ്ചാത്യ